നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൂര്യശ്രീ. നോക്കാം വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത ഇന്ത്യയും ദക്ഷിണ കൊറിയയും. സംയുക്ത പ്രസ്താവനയിലാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഹ്വാനം. AI, കപ്പൽ നിർമ്മാണം, പ്രതിരോധം, സാമ്പത്തികം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ-മിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനായുള്ള ആഹ്വാനം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളും സമാധാനത്തിനുള്ള സന്ദേശം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണ കൊറിയയും ഇന്ത്യയും സമാധാനത്തിനായി നിലകൊള്ളുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. वैश्विक तनाव के इस दौर में भारत और कोरिया मिलकर शांति और स्थिरता का संदेश देते हैं. हम अपने साझा प्रयासों से एक पीसफुल, प्रोग्रेसिव और इंक्लूसिव इंडो पैसिफिक के लिए योगदान देते रहेंगे. ഇരു രാജ്യങ്ങളും വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. AI, കപ്പൽ നിർമ്മാണം, പ്രതിരോധം, സാമ്പത്തികം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള വ്യാപാര ബന്ധം $27 ബില്യൺ എത്തിയെന്ന് നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. സ്വീകരണത്തിന് ശേഷം രാജ്ഘട്ടിലെത്തി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. 24 ഡൽഹി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ സന്ദർശിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഊർജ്ജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ റിയാദ് സന്ദർശനം. ഇന്നലെ റിയാദ് വിമാനത്താവളത്തിൽ സൗദി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയും ഇന്ത്യൻ അംബാസഡറും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച സൗദി ഊർജ്ജമന്ത്രി പ്രിൻസ് അബ്ദുലസീസ് ബിൻ സൽമാനുമായിട്ടായിരുന്നു. ഊർജ്ജ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആഗോളതലത്തിൽ ഊർജ്ജ വിതരണത്തിന്റെ സ്ഥിരത ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതിയിലെ വെല്ലുവിളികൾ ചർച്ചയായി. വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ മുസാഹിദ് ബിൻ മുഹമ്മദ് അൽ ഐബാൻ എന്നിവരുമായും ഡോവൽ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾ, പശ്ചിമേഷ്യയിലെ സാഹചര്യം, ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചകളിൽ പ്രധാനമായും കടന്നുവന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിയായ സൗദി അറേബ്യയുമായുള്ള ബന്ധം വരും നാളുകളിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. 24 ജിദ്ദ. ഇനി മറ്റൊരു കരാറുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സാംസ്കാരിക സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന ധാരണാപത്രത്തിന് സൗദി ഷൂറ കൌൺസിൽ അംഗീകാരം നൽകി. റിയാദിൽ ചേർന്ന ഷൂറ കൌൺസിൽ സെഷനിലാണ് ഇന്ത്യയുമായുള്ള സാംസ്കാരിക വിനിമയം കൂടുതൽ ഊർജിതമാക്കാൻ തീരുമാനമായത്. സൗദി സാംസ്കാരിക മന്ത്രാലയവും ഇന്ത്യൻ സാംസ്കാരിക മന്ത്രാലയവും സംയുക്തമായി തയ്യാറാക്കിയ ഈ പദ്ധതിയിലൂടെ കല, സാഹിത്യം, പൈതൃകം തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത്. വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റങ്ങൾക്കും സംയുക്ത പരിപാടികൾക്കും ഈ കരാർ കരുത്തേകും. 50 ദിവസത്തിനു ശേഷം UAE-യിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും തുറക്കുന്നു. ഗൾഫ് മേഖലയിലെ സംഘർഷം താത്കാലികമായി അവസാനിച്ചതിന് പിന്നാലെയാണ് സ്കൂളുകളും സർവകലാശാലകളും തുറന്നത്. എന്നാൽ ചില വിദേശ സർവകലാശാലകളിലും സ്കൂളുകളിലും ഓൺലൈൻ പഠനം തുടരുകയാണ്. ഫെബ്രുവരി 28-നായിരുന്നു UAE-യിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചത്. പിന്നീട് ഓൺലൈൻ ക്ലാസുകൾ മാത്രമായി ചുരുങ്ങി. ഇതിനിടെ പരീക്ഷകൾ റദ്ദാക്കി. പിന്നാലെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. അങ്ങനെ ഓൺലൈൻ ക്ലാസുകൾ പുരോഗമിക്കവെയാണ് മേഖലയിലെ സംഘർഷം താൽക്കാലികമായി അവസാനിക്കുന്നത്. വിശദമായ ആലോചനകൾക്ക് ശേഷമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ തീരുമാനമായത്. ആദ്യഘട്ടത്തിൽ സ്കൂൾ ബസ്സുകൾ ഉണ്ടാകില്ലെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ പരിശോധന പൂർത്തിയായി ബസ്സുകൾ നിരത്തിലിറങ്ങി. ഇതോടെ യാതൊരു തടസ്സവുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലെത്താനായി. കിൻഡർ ഗാർഡൻ മുതൽ +2 വരെയുള്ള കുട്ടികൾ 50 ദിവസത്തിനു ശേഷം സ്കൂളുകളിലെത്തി. വിവിധ സർവേകൾ നടത്തിയ ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകളും സർവകലാശാലകളും തുറക്കാൻ അനുമതി നൽകിയത്. പലകുറി സുരക്ഷാ പരിശോധനകൾ നടത്തി. തുടർന്നും പരിശോധനകൾ നടത്തും. വിവിധ സർവകലാശാലകളും ക്ലാസ് റൂം പഠനം ആരംഭിച്ചിട്ടുണ്ട്.
എന്നാൽ ചില വിദേശ സർവകലാശാലകളിൽ ഓൺലൈൻ പഠനം തുടരുകയാണ്. ഹൈബ്രിഡ് മോഡൽ ക്ലാസുകൾ നടത്തുന്ന സ്കൂളുകളും സർവകലാശാലകളുമുണ്ട്. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യത്തിന് ഊന്നൽ നൽകുന്ന തരത്തിലുള്ള ക്ലാസുകളാകും ആദ്യ ആഴ്ചകളിൽ ക്രമീകരിക്കുക. 24 ദുബായ്. സംഘർഷം താത്കാലികമായി അവസാനിച്ച സാഹചര്യത്തിലാണ് UAE ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കാനൊരുങ്ങുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് താത്കാലിക വിരാമമായതോടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കുതിപ്പിനൊരുങ്ങി UAE. ഊർജ്ജം, ഗതാഗതം, നഗരവികസനം തുടങ്ങി വിവിധ മേഖലകളുടെ വികസനത്തിനായി വമ്പൻ പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ഇറാൻ ആക്രമണം അവസാനിച്ചതോടെ എല്ലാ മേഖലയിലും വലിയ കുതിപ്പുണ്ടാക്കാനാണ് UAE ലക്ഷ്യമിടുന്നത്. ദുബായ് എയർപോർട്ടിന് സമീപം ഫ്ലൈറ്റ് ടാക്സി സ്റ്റേഷൻ തുറന്നു കഴിഞ്ഞു. ഡ്രൈവറില്ലാ ടാക്സിക്ക് പിന്നാലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്ന പദ്ധതിയാണിത്. ദുബായിലെ ഹെസ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു കഴിഞ്ഞു. ദുബായിൽ 726 ആധുനിക ബസ് ഷെൽട്ടറുകളും ട്രക്ക് വിശ്രമ കേന്ദ്രങ്ങളും സ്ഥാപിക്കാൻ തീരുമാനമായി. ഊർജ ജലമേഖലയിലെ വിവിധ പദ്ധതികൾക്കും തുടക്കമായിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങളിലെ ഊർജ ജല ഉപഭോഗം കുറയ്ക്കുന്നതിനായി 120 മില്യൺ ദിർഹം ചിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1 ബില്യൺ ദിർഹത്തിൻ്റെതാണ് 2ാം ഘട്ടം. 3.3 ഗിഗാവാട്ട് ശേഷിയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. റാസൽ ഖൈമയിൽ പ്രതിദിനം 60,000 ക്യൂബിക് മീറ്റർ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട്. 3 ലക്ഷത്തോളം ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണിത്. മഴവെള്ള ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി തസ്രീഫ് പദ്ധതിയുടെ 2ാം ഘട്ടവും ഇതിനോടൊപ്പം നടപ്പിലാക്കും. ഡ്രെയിനേജ് പദ്ധതിയുടെ 36% ഇതിനകം പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ 30 ലക്ഷം പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ, സിലിക്കൺ ഒയാസിസ് എന്നിവിടങ്ങളിലും വൻ വിപുലീകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ദുബായ്. UAE റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റെക്കോർഡ് നേട്ടം. ദുബായിൽ മാത്രം 252 ബില്യൺ ദിർഹത്തിന്റെ വ്യാപാരമാണ് നടന്നത്. ഈ വർഷത്തെ ആദ്യ പാദത്തെ കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. മാർച്ച് വരെയുള്ള കണക്ക് പുറത്തു വരുമ്പോഴാണ് UAEയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള വളർച്ച റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ എന്നീ ഓരോ എമിറേറ്റിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാര്യമായ വളർച്ചയുണ്ടായി. ദുബായിൽ മികച്ച വ്യാപാരമാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 7 ലക്ഷത്തിലധികം ഇടപാടുകൾ നടന്നു. കഴിഞ്ഞ വർഷത്തെ ഈ കാലയളവ് പരിശോധിക്കുമ്പോൾ 6% വളർച്ചയുണ്ടായി. ആകെ 252 ബില്യൺ ദിർഹത്തിന്റെ വ്യാപാരമാണ് നടന്നത്. 57,000 നിക്ഷേപങ്ങളുണ്ടായി. ഇക്കാര്യത്തിലും 7% വർധന. 30,000 പുതിയ നിക്ഷേപകർ ദുബായിലെത്തി. അബുദാബിയിൽ കഴിഞ്ഞ വർഷത്തെ ആദ്യപാദ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 160% വളർച്ചയാണ് ഉണ്ടായത്. 66 ബില്യൺ ദിർഹത്തിന്റെ ഇടപാടുകൾ ഉണ്ടായതായി അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ അറിയിച്ചു. 13,000 ട്രാൻസാക്ഷനുകളും നടന്നു. ഷാർജയിലും 40% വർധനവ് രേഖപ്പെടുത്തി. ആകെ 18 ബില്യൺ ദിർഹത്തിന്റെ ഇടപാടുകളാണ് ആദ്യ 3 മാസത്തിൽ നടന്നത്. ഷാർജയിൽ 30,000-ഓളം ഇടപാടുകളുണ്ടായി. ആകെ 113 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിലവിൽ UAEയിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപമുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 97 ആയിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിലും നിക്ഷേപകർക്ക് UAEയോടുള്ള വിശ്വാസം കാട്ടുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഈ വളർച്ച. 24 ദുബായ്. വ്യത്യസ്ത ആശയവുമായി എത്തിയിരിക്കുകയാണ് ദുബായ് റിപ്പോർട്ടിലേക്കാണ്. ദുബായിൽ ഇനി പാർക്കിലിരുന്നും ജോലി ചെയ്യാം. വർക്ക് ഫ്രം പാർക്ക് എന്ന ആശയത്തിന് തുടക്കമിടുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി. ദുബായ് അൽ ബർഷ പോൺ പാർക്കിലാകും ആദ്യം ഈ ആശയം നടപ്പിലാക്കുക. വർക്ക് ഫ്രം ഹോമും വർക്ക് ഫ്രം കോഫി ഷോപ്പുമൊക്കെ ഇനി മറക്കാം. പാർക്കുകളിലിരുന്ന് ജോലി ചെയ്യുകയെന്ന ആശയം നടപ്പിലാക്കുകയാണ് ദുബായ്. ഉൽപാദനക്ഷമതയും വിനോദവും സംയോജിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. അൽബാഷ പോണ്ട് പാർക്കിലാകും ആദ്യം വർക്ക് ഫ്രം പാർക്ക് നടപ്പിലാക്കുക. മെയ് പകുതിയോടെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാകും. ഈ വർഷം അവസാനത്തോടെ ദുബായിലെ എല്ലാ പാർക്കുകളിലേക്കും ആശയം വ്യാപിപ്പിക്കാനാണ് മുനിസിപ്പാലിറ്റിയുടെ നീക്കം. എമിറേറ്റിലുടനീളം തൊഴിൽ സൗഹൃദ അന്തരീക്ഷമൊരുക്കാനായി അമാന, ലെറ്റ്സ് വർക്ക് എന്നീ കമ്പനികളുമായി മുനിസിപ്പാലിറ്റി കരാറിലെത്തി. റിമോട്ട് ജോലിയും ഹൈബ്രിഡ് മോഡൽ ജോലിയും UAEയിൽ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. വർക്ക് ഫ്രം ഹോട്ടലിനെ വലിയൊരു വിഭാഗം തൊഴിലാളികളും ആശ്രയിക്കുന്നുണ്ട്.
ഇവരെ പാർക്കുകളിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. മാനസികാരോഗ്യം നിലനിർത്താൻ ആശയം സഹായകരമാകുമെന്നും വിലയിരുത്തലുണ്ട്. 24 ദുബായ്. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ സെയിൽസ് മാർക്കറ്റിംഗ് തസ്തികകളിൽ 60% സ്വദേശിവൽക്കരണം നടപ്പാക്കി തുടങ്ങി. നിശ്ചിത ശതമാനം സൗദി പൌരന്മാരെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. നിലവിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് സൂചന. സൗദി അറേബ്യയിലെ സെയിൽസ് മാർക്കറ്റിംഗ് മേഖലകളിൽ 60% സ്വദേശിവൽക്കരണം നടപ്പിലാക്കി തുടങ്ങി. ഏപ്രിൽ 19 മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ നിശ്ചിത ശതമാനം സൗദി പൌരന്മാരെ നിയമിക്കാൻ ബാധ്യസ്ഥരാണ്. സ്വദേശി ജീവനക്കാരെ നിതാഖാത്തിൽ കണക്കാക്കാൻ കുറഞ്ഞത് 5500 റിയാൽ ശമ്പളം നൽകണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാർക്കറ്റിംഗ് മേഖലയിൽ മാർക്കറ്റിംഗ് മാനേജർ, അഡ്വർടൈസിംഗ് ഏജന്റ്, ഗ്രാഫിക് ഡിസൈനർ, അഡ്വർടൈസിംഗ് ഡിസൈനർ, PR സ്പെഷ്യലിസ്റ്റ്, ഫോട്ടോഗ്രാഫർ എന്നീ തസ്തികകളിൽ നിയമം ബാധകമാണ്. സെയിൽസ് വിഭാഗത്തിൽ സെയിൽസ് മാനേജർ, റീറ്റെയിൽ ഹോൾസെയിൽ സെയിൽസ് പ്രതിനിധികൾ, IT ടെലികോം സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, കൊമേഴ്ഷ്യൽ സ്പെഷ്യലിസ്റ്റ്, കമ്മോഡിറ്റി ബ്രോക്കർ എന്നീ തസ്തികകളിലും സ്വദേശികളെ നിയമിക്കണം. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ച സൗദിയിലെ പുതിയ വിമാന കമ്പനിയായ റിയാദ് എയർ. സൗദിയിലെ പ്രധാന നഗരമായ ജിദ്ദ, യൂറോപ്പിലെ പ്രമുഖ നഗരങ്ങളായ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ. ലണ്ടൻ, കെയ്റോ, ദുബായ് എന്നീ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുമെന്ന് നേരത്തെ കമ്പനി അറിയിച്ചിരുന്നു. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ ആരംഭിച്ച റിയാദ് എയർ വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനികളിൽ ഒന്നാകാനാണ് ലക്ഷ്യമിടുന്നത്. 2030 ആകുമ്പോഴേക്കും ലോകമെമ്പാടുമുള്ള 100-ലധികം നഗരങ്ങളിലേക്ക് റിയാദിൽ നിന്ന് നേരിട്ട് വിമാനങ്ങൾ പറക്കും. വാൽപ്പാറ അപകടത്തിൽ മരിച്ച പാങ് GLP സ്കൂൾ അധ്യാപകരെയും കുടുംബങ്ങളെയും അനുസ്മരിച്ച് ജിദ്ദയിലെ പാങ് കൂട്ടായ്മ. ചെയർമാൻ നൌഫൽ കോന്തോത്ത് അധ്യക്ഷത വഹിച്ച അനുശോചന യോഗം ഉബൈദ് തങ്ങൾ മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. ദാവൂദ് പാങ് അനുസ്മരണ പ്രഭാഷണം നടത്തി. AC മുജീബ്, ഇസ്മായിൽ മുണ്ടുപറമ്പ്, ഹക്കീം പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് ഫോസ്റ്റർ ഫാമിലി കമ്മിറ്റി യോഗം ചേർന്ന് ദുബായ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഫോസ്റ്റർ ഫാമിലി കമ്മിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെയോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കഴിയാൻ സാധിക്കാത്ത കുട്ടികളെയോ വളർത്തുന്ന കുടുംബങ്ങളാണ് ഫോസ്റ്റർ ഫാമിലികൾ. കുട്ടികൾക്ക് കുടുംബാന്തരീക്ഷത്തിൽ വളരാൻ സാധിക്കുന്ന ഫോസ്റ്റർ ഫാമിലികൾക്ക് വലിയ പിന്തുണയാണ് UAE നൽകുന്നത്. ഫോസ്റ്റർ ഫാമിലികളുടെ കമ്മിറ്റി ഇന്ന് പ്രത്യേക യോഗം ചേർന്നു. കുട്ടികൾക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ കുടുംബ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിൽ ഫോസ്റ്റർ ഫാമിലികൾ വിജയകരമായ പങ്കുവഹിച്ചതായി യോഗം വിലയിരുത്തി. ദുബായ് പോലീസ്, ആരോഗ്യ വിഭാഗം, വിദ്യാഭ്യാസ മന്ത്രാലയം, പബ്ലിക് പ്രോസിക്യൂഷൻ, ഫൗണ്ടേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. പുതിയ അപേക്ഷകൾ പരിശോധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. സിസ്റ്റം കൂടുതൽ വികസിപ്പിക്കണമെന്ന ഫോസ്റ്റർ ഫാമിലി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ അസീസ് അൽ ഹമ്മദി അഭിപ്രായപ്പെട്ടു. കുടുംബവർഷമായിട്ടാണ് 2026 UAE ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫോസ്റ്റർ ഫാമിലിയിലെ കുടുംബനാഥൻ മരിച്ചാൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്തു. ഒപ്പം ഫോസ്റ്റർ ഫാമിലികളിൽ ഉണ്ടാകുന്ന ഡിവോഴ്സുകളിൽ കാര്യമായ ശ്രദ്ധയുണ്ടാകണമെന്നും യോഗം വിലയിരുത്തി. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് വിവിധ അതോറിറ്റികൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. 24 ദുബായ്. ജിദ്ദയിൽ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കറിന്റെ 135ാമത് ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. അനീസ് ലാക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രിൻസ് സാദ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. കമാൽ കളപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇനി ജപ്പാനിലെ സുനാമിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ജപ്പാനിൽ 7.5 തീവ്രതയിൽ ഭൂചലനം. സാൻഡ്രിക്ക തീരത്ത് നിന്ന് 100 കിലോമീറ്റർ അകലെ കടലിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രം. ഭൂകമ്പബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളോട് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അഭ്യർത്ഥിച്ചു. മിയാക്കോ തുറമുഖത്ത് 40 സെന്റിമീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചു.
ഇനി തൃശൂർ പൂര വിശേഷങ്ങളിലേക്കാണ്. പൂരം പൊടിപൂരം. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം കൊടിയേറി. തിരുവമ്പാടിയും പാറമേക്കാവും ഉൾപ്പെടെ ഘടകക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് ചടങ്ങ് നടന്നു. കൊടിക്കുറകൾ ആകാശത്തേക്ക് ഉയർന്നതോടെ തൃശൂരിൽ നാടും നഗരവും പൂരാവേശത്തിലായി. ഈ മാസം 24-നാണ് സാമ്പിൾ വെടിക്കെട്ട്. ഘടകക്ഷേത്രമായ ലാലൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ രാവിലെ 8:15 തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള കൊടിയുയർന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ളവർ ആദ്യ കൊടിക്കൂറ ഉയർത്താനായി ലാലൂരിലെത്തിയിരുന്നു. തൃശൂർ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നു വരികയാണ്. 2024 അവിചാരിതമായി ഉണ്ടായിട്ടുള്ള ചില അപശകുനങ്ങൾ അതെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ടാണ് 2025 പൂരം. പൂരപ്രേമികൾക്ക് 2 പതിറ്റാണ്ടിന് ശേഷം ഏറ്റവും അടുത്ത് നിന്ന് വെടിക്കെട്ട് ഉൾപ്പെടെ ആസ്വദിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ദേവസ്വം ബോർഡ്. ശേഷം 11 മണിയോടെ തിരുവമ്പാടിയിൽ ചടങ്ങുകൾ തുടങ്ങി. 11:30 ആർപ്പുവിളികളുടെ അകമ്പടിയിൽ കൊടിയേറ്റം. പതിനൊന്നരയ്ക്ക് തന്നെയായിരുന്നു പാറമേക്കാവിന്റെയും കൊടിയേറ്റം. വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഗജവീരന്മാരുടെ അകമ്പടിയോടെ പാറമേക്കാവിലെ തിരുമുറ്റത്ത് മേളപ്പെരുക്കം. രാത്രി 7 മണിക്ക് നെയ്തലക്കാവിലമ്മയ്ക്ക് കൊടികയറുന്നതോടെ പൂരത്തിന്റെ കൊടിയേറ്റ് ചടങ്ങുകൾ സമാപിക്കും. കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ തൃശൂർ പൂരാവേശത്തിലാവും. 24 തൃശൂർ. പൂരാവേശത്തിന്റെ കാഴ്ചകളായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തൃശൂരിൽ നിന്ന് വരിക. ഇനി മറ്റു റിപ്പോർട്ടിലേക്ക്. തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച PV അൻവർ. കേരളത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യം TMC അംഗീകരിക്കാത്തതുകൊണ്ടാണ് പുതിയ തീരുമാനമെന്ന് അൻവർ പറഞ്ഞു. പുതിയ സംസ്ഥാന പാർട്ടി മെയ് 15-നുള്ളിൽ രൂപീകരിക്കും. UDF-നൊപ്പം തുടരുമെന്നാണ് പ്രഖ്യാപനം. PV അൻവർ അധികാരമോഹിയെന്നും സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയക്കാരനാണെന്നും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസും PV അൻവറും ഇനി 2 വഴിക്ക്. കേരളത്തിൽ കോൺഗ്രസുമായി ചേർന്നു പോകുന്നത് TMC ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നില്ല. ഇത് ബംഗാളിൽ തിരിച്ചടിയാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ UDF-നൊപ്പം നിൽക്കേണ്ടതുണ്ട്. അതിനാൽ എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ ഇന്ന് ചേർന്ന TMC സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പുതിയ സംസ്ഥാന പാർട്ടി മെയ് 15-നുള്ളിൽ രൂപീകരിക്കും. UDF-നും രാഹുൽ ഗാന്ധിക്കും ഒപ്പം നിൽക്കും. സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDF-നോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബേപ്പൂരിൽ തനിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം അനുവദിക്കാതിരുന്നതും നേതാക്കളാരും പ്രചാരണത്തിന് എത്താത്തതും കോൺഗ്രസ് നേതാക്കളുമായി വേദി പങ്കിടാൻ കഴിയില്ല എന്നതുകൊണ്ടാണെന്നും അൻവർ. PV അൻവർ അധികാരമോഹിയാണെന്നും സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയക്കാരനെന്നും തൃണമൂൽ കോൺഗ്രസ് സെക്രട്ടറി V ശിവദാസൻ ദാസു. PV അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. ഈ അൻവറിന് പൊളിറ്റിക്കൽ ഒരു സ്ഥിരതയില്ല. ഇയാൾ ഇന്ന് പറയുന്നതല്ല നാളെ പറയാം. ഇയാൾ ഒരു അധികാരമൂഹിയാണ്. ഇയാൾ ഏത് പാർട്ടിയിലാണ് പോകുന്നത് ആ പാർട്ടി ഫിനിഷാവും. ഇന്ന് കോൺഗ്രസിൽ പോയിട്ട് കോൺഗ്രസ് നാളെ ഫിനിഷാവും. ഇയാൾക്ക് അധികാരമില്ലാതെ ഇയാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങൾ തുടരെ ഉന്നയിച്ച് CPIM-മായി വഴിപിരിഞ്ഞ PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് DMK പാർട്ടി ഉണ്ടാക്കി. എന്നാൽ തമിഴ്നാട് DMK അംഗീകരിച്ചില്ല. തുടർന്ന് 1 വർഷം മുമ്പ് പുതിയ രാഷ്ട്രീയ നീക്കം നടത്തി തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ കൺവീനറായി. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ UDF അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി. തിരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ വീണ്ടും ഒരു നീക്കവുമായി അൻവർ. ഇനി പുതിയ പാർട്ടി, പുതിയ നീക്കങ്ങൾ. 24 കൊച്ചി.
വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. വീട് പരിശോധിച്ചതിന്റെ പേരിൽ കൂലിപ്പണിക്കാരൻ എന്ന് വിളിച്ചതിൽ അഭിമാനമേ ഉള്ളൂവെന്നാണ് കെ രാജന്റെ പ്രതികരണം. വീട്ടിൽ അതിക്രമിച്ചു കയറി വിള്ളൽ പരിശോധിച്ച കെ രാജൻ നൌഫലിനോട് മാപ്പ് പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് ആവശ്യപ്പെട്ടു. കൂലിപ്പണിക്കാരെ ആക്ഷേപിച്ച ചാണ്ടി ഉമ്മൻ മാപ്പ് പറയണമെന്ന് AIYF-ഉം ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ശനിയാഴ്ച മന്ത്രി കെ രാജൻ നേരിട്ട് സന്ദർശനം നടത്തിയത്. പരിശോധനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവും വീട്ടുടമസ്ഥനും രംഗത്ത് വന്നതോടെയാണ് മന്ത്രിയുടെ വിശദീകരണം. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത്. സ്ട്രക്ചറൽ ക്രാക്ക് അല്ല അവിടെ ഉണ്ടായത് എന്ന് എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുകയും ആ ഘട്ടത്തിലാണ് ആ വീടിനകത്തേക്ക് പോയത്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. വിള്ളലുണ്ടായെന്ന് പരാതി ഉന്നയിച്ച KT നൌഫൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള ആക്രമണം നടത്തരുതെന്നും കെ രാജൻ ആവശ്യപ്പെട്ടു. രാജന്റെ വിശദീകരണം ചോദ്യം ചെയ്ത് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. CMDRF ലഭിച്ച തുകയിൽ ഡിവൈഎഫ്ഐയുടെ 20 കോടി രൂപയില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. CMDRFിലേക്ക് പണം കൈമാറുന്നതായ മോഡൽ ചെക്ക് ഉണ്ടാക്കി ആ മോഡൽ ചെക്ക് സനോജും വസീഫും ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നുണ്ട്. പണം കൈമാറി എന്ന് ഡിവൈഎഫ്ഐയും പറഞ്ഞു, പണം ലഭിച്ചു എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. എന്നാൽ CMDRFിലുള്ള 778 കോടിയിൽ ഡിവൈഎഫ്ഐയുടെ 20 കോടി ഇല്ല എന്നുള്ളതാണ് സനോജ് പുറത്തുവിട്ട രേഖകളിലൂടെ അന്ന് വ്യക്തമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൂലിപ്പണിക്കാരെ ആക്ഷേപിച്ച ചാണ്ടി ഉമ്മൻ മാപ്പ് പറയണമെന്ന് AIYF ആവശ്യപ്പെട്ടു. കൂലിപ്പണിക്കാരൻ എന്നത് ചാണ്ടി ഉമ്മന് പരിഹാസ്യപദമായിരിക്കും. ചാണ്ടി ഉമ്മനെ പോലെ ആശ്രിത നിയമനത്തിൽ MLA ആയ ആളല്ല കെ രാജനെന്നും AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഫേസ്ബുക്ക് പ്രതികരണത്തിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.